സന്തോഷകരമായ കുടുംബത്തിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഒന്നാമതായി, കുടുംബത്തിന്റെ അടിത്തറ ആണും പെണ്ണുമാണ്. ഇതില്ലാത്ത ഒരു വസ്തു ഈ ഭൂമിയിലില്ല. ഭൂമിയുടെ പല അത്ഭുതങ്ങളിൽ ഒന്നാണ്, എല്ലാ വസ്തുക്കളിലും അള്ളാഹു ഇണയെയും തുണയെയും സൃഷ്ടിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ ഈ വസ്തുത അള്ളാഹു വിശദീകരിച്ചു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അള്ളാഹു എത്ര സ്തുതിച്ചാലും മതിയാവാത്തവനാണ്. അത്ര വലിയ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, ഭൂമിയിൽ സർവ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. മിമ്മാ തുംബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന സസ്യലതാദികൾ മുതൽ, വമിൻ അൻഫുസിഹിം, മനുഷ്യരിലും, വമിമ്മാ ലാ യഅലമൂൻ, അവർക്ക് അപരിചിതമായ സർവ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു ഇങ്ങനെ രണ്ട് വർഗങ്ങളായി മനുഷ്യനെ പടച്ചത്? അഥവാ കുടുംബമായി സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ നാം ചിന്തിക്കുമ്പോൾ മനുഷ്യേതര ജീവജാലങ്ങളെയും അചേതന വസ്തുക്കളെയും ഒക്കെ ആണും പെണ്ണുമായി പടച്ചതിന്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. അത് മറ്റൊന്നുമല്ല, അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ അവയുടെ പരമ്പര ഈ ലോകത്ത് നിലനിൽക്കണം. അതിന് ശാസ്ത്രീയമായ പ്രജനന സംവിധാനം എന്ന നിലക്കാണ് എല്ലാ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും പടച്ചത്. ഇത് മനുഷ്യരിൽ നമ്മൾ കാണുന്നു. അതുപോലെ മൃഗങ്ങളിലും ഒട്ടേറെ നമുക്ക് കണ്ടാൽ തിരിയും ആണും പെണ്ണിനെയും. പക്ഷികളിലും നമുക്ക് മനസ്സിലാകുന്നത് മനസ്സിലാകാത്തതുണ്ട്, ആണും പെണ്ണും ഉണ്ട്. ഇതുപോലെ സസ്യങ്ങളിൽ ആണും പെണ്ണുമുണ്ട്. ഒരു തെങ്ങ് ആണ്, മറ്റൊരു തെങ്ങ് പെണ്ണ് എന്ന അർത്ഥത്തിലല്ല. ഒരു തെങ്ങിൽ നിന്ന് പൂക്കുല പുറത്തു ചാടുമ്പോൾ ആ പൂക്കുലയിൽ രണ്ട് തരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്, ആൺപുഷ്പവും പെൺപുഷ്പവും. ആൺപുഷ്പത്തിന്റെ പൊടി പെൺപൂവിലെത്തുന്നു തേനീച്ച പോലുള്ള പ്രാണികൾ മുഖേനയും പ്രത്യേക കാറ്റ് മുഖേനയും. അതാണ് പിന്നീട് തേങ്ങയായി മാറുന്നത്. ആൺപൂവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞതോടെ അത് താഴെ വീഴാണ്. കാരണം അവരെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? പ്രത്യുൽപാദനം. ഇത് മാത്രമാണ്. ആടുകൾ നമ്മുടെ തീന്മേശയിൽ എന്നും വേണം. കോഴി കുറ്റിയേറ്റു പോകാൻ പാടില്ല. അതിന്റെ പരമ്പര നിലനിൽക്കാൻ ആണും പെണ്ണും അവരിൽ അല്ലാഹു സൃഷ്ടിച്ചു. എന്നാൽ നാം മനുഷ്യരെ എന്തിനു വേണ്ടിയാണ് ആണും പെണ്ണുമായി അല്ലാഹു പടച്ചത്? ഒരു ലക്ഷ്യം ഇത് തന്നെയാണ്. ഖിയാമത്ത് നാൾ വരെ മനുഷ്യവംശം ഈ ലോകത്ത് നിലനിൽക്കണം. അതിന് പ്രജനനവും പ്രത്യുൽപാദനവും നടക്കണം. അതിന് ഇണയും തുണയും വേണം, ഒന്ന്. എന്നാൽ ഇതര ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ലക്ഷ്യം മനുഷ്യരെ ആണും പെണ്ണുമായി പടച്ചതിന്റെ പിന്നിൽ വേറെയും ഉണ്ടെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതെന്താണ്? അല്ലാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. ഏതൊരു പെണ്ണിനും ലോകത്ത് വിളിച്ചു പറയാം, ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള സർവ പുരുഷന്മാരും ഞങ്ങൾ സ്ത്രീകൾ പ്രസവിച്ചിട്ടുള്ളവരാണ്. ആണുങ്ങൾക്കും അവകാശപ്പെടാം. ഇവിടെയുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും ഞങ്ങൾ ആണുങ്ങളുടെ മക്കളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇണകളെ അല്ലാഹു പടച്ചത് നമ്മുടെ ശരീരത്തിൽ നിന്നു തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചത്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ ജീവിതത്തിൽ ശാന്തി തേടി, സമാധാനം തേടി, സന്തോഷം തേടി കയറി ചെല്ലാൻ വേണ്ടിയാണ്. ആണിന് തന്റെ ജീവിത ചൂട് ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് ഭാര്യയെങ്കിൽ ഒരു ഭാര്യക്ക് അവളുടെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഉരുകി ഒലിച്ചു പോകേണ്ടത് ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. ഇത് ഇതര ജീവികൾക്കൊന്നുമില്ലാത്ത ഒരു ജീവിത ലക്ഷ്യമാണ്. എന്തുകൊണ്ട്? മനുഷ്യേതര ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരാരും ഇവിടെ അസ്വസ്ഥരായി കഴിയുന്നില്ല. അവർക്കൊന്നും നമ്മളെപ്പോലെയുള്ള ടെൻഷനുകളോ പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല. കാരണം അവയെല്ലാം വിരിച്ചതിൽ ഉറങ്ങാനും വിളമ്പിയത് ഉണ്ണാനും വിധിക്കപ്പെട്ടവരാണ്. അവരെ ലോകത്ത് പ്രത്യേകമായ നിയമങ്ങളില്ല, നിയന്ത്രണങ്ങളില്ല. അവർ സർവതന്ത്ര സ്വതന്ത്രരാണ്.
ഒരു കാക്കക്ക് വേണമെങ്കിൽ നാം വില കൊടുത്തു വാങ്ങിയ നമ്മുടെ വീടും പറമ്പും നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ആ തെങ്ങിന്റെ മുകളിൽ കൂടുകെട്ടാം. അതിന് പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്ത് അംഗീകാരം വാങ്ങേണ്ടതില്ല. ആ പറമ്പിന്റെ ഉടമയായ നമ്മോട് ഒരു വാക്കുപോലും പറയേണ്ടതില്ല. കാക്കക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന് കാക്കക്ക് വരണമെങ്കിൽ വിളിക്കപ്പെടണമെന്നില്ല. ഏത് കല്യാണത്തിന് പോകാം. ആരും എന്താ കാക്ക വിളിക്കാതെ വന്നത് എന്ന് വെച്ച് കാക്കയെ കളിയാക്കാറുമില്ല. നമ്മളെ വീട്ടിൽ ആലയിൽ കിടക്കുന്ന ആ പശുക്കുട്ടി, അതിന്റെ തള്ളക്ക് ഒരു ബേജാറുമില്ല. പടച്ചോനെ, എന്റെ കുട്ടി വലുതായി വരികയാണല്ലോ, അതിനെ കെട്ടിച്ചു കൊടുക്കണ്ടേ, എന്താ ഒരു ചിന്തയും നമ്മൾ ആലയിലെ പശുവിനില്ല. എന്താ കാരണം? അവർക്കൊന്നും നിയമക്കുരുക്കുകൾ എന്ന് പറഞ്ഞ ഒന്നില്ല. അവയെല്ലാം അള്ളാഹ് പടച്ചത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല. ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ, ഒരു രാത്രി അന്തി ഉറങ്ങണമെങ്കിൽ, ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ, വീട്ടിൽ അകത്തിരിക്കാനും പുറത്തിരിക്കാനും എല്ലാറ്റിനും നിയമങ്ങളുടെ ഒരു പെരുമാറ്റച്ചട്ടം മനുഷ്യനുണ്ട്. ഈ പെരുമാറ്റങ്ങളുടെ കുരുക്കിൽപ്പെട്ട മനുഷ്യൻ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഠിനമായി പ്രയാസപ്പെടുമ്പോൾ അവൻ ചിന്തിച്ചു പോകുകയാണ്, ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ. മനുഷ്യൻ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്ന ജീവി. എന്തുകൊണ്ടാണ്? നമുക്കാണ് നിയമക്കുരുക്കുകളുള്ളത്. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ മാനസിക വിഭ്രാന്തി മനുഷ്യനുണ്ടാകുന്നു. ആ മനുഷ്യന് ശാന്തിയും സ്വസ്ഥതയും തേടി കയറി ചെല്ലാനുള്ളത്, ജീവിതം തോറ്റോടുന്ന സമയത്ത് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ലിതസ്കുനൂ ഇലൈഹാ, ആ കുടുംബത്തിലേക്ക് സമാധാനം തേടി ചെല്ലുമ്പോഴാണ്. ഇതാണ് മനുഷ്യരുടെ കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ കുടുംബത്തിലേക്ക് കടക്കുന്നതോടെ, ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അയാൾ സന്തുഷ്ടനായിരിക്കണം, സമാധാനമുള്ളവനായിരിക്കണം, പക്വതയുള്ളവനായി